السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഫസ്ലുൻ ഫി നിക്കാഹിൽ അമത്തി, അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൻ്റെ പാഠമാണ്. അടിമ സ്ത്രീകളിപ്പല്ല, വ്യാപകമായിട്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ലോകം അടിമ വ്യവസായത്തെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഭരണാധികാരികൾ മാറുന്നതിനനുസരിച്ച് ഈ രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് വ്യഭിചാരത്തിൻ്റെ രൂപത്തിലാണ് നടക്കുന്നതെന്ന് മാത്രം. പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകളെ സമ്പന്നന്മാർ വീടുകളിൽ താമസിപ്പിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രങ്ങളിലെത്തിച്ച് അങ്ങനെ ആ പണി നടക്കുന്നതാണല്ലോ ഇപ്പോൾ കൂടുതലുള്ളത്. ഇസ്ലാം വ്യഭിചാരം അത്തരം, ഇപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അനുവദനീയമാക്കി കൊടുക്കുക. വ്യഭിചാരം തൊഴിലായി കാണണം, അതിന് പ്രത്യേകമായ അനുമതിയുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അതൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. അടിമ സ്ത്രീകളുള്ള കാലത്ത് അത് അനുവദനീയമാണ്. അതിന് കുറേ ചിട്ടകളും നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തത് അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്, അടിമകൾ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി. അടിമ സ്ത്രീ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടികൾ അടിമ സ്ത്രീകളായിരിക്കും. കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്ന കുട്ടികൾ അത് സ്വതന്ത്രന്മാരുമായിരിക്കും. ഫസ്ലുൻ ഫി നിക്കാഹിൽ അമത്തി, മത്തിന് വായിക്കുകയാണെങ്കിൽ ഹറുമ ഹുർറിൻ, സ്വതന്ത്ര നായര പുരുഷന് ഹറാമാണ് നിക്കാഹു അമത്തിൻ, അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യൽ. ഇല്ല, 3 നിബന്ധന ഉണ്ടെങ്കിൽ ഒഴികെ. ഇല്ലാബി അജ്സിൻ അമ്മൻ തസ്ലഹുലി തമത്വഇൻ, തമത്വന് പറ്റുന്ന ഒരു സ്വതന്ത്ര സ്ത്രീയെ സാധ്യമാകുന്നില്ലെങ്കിൽ ഒഴികെ, സാധ്യമാകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒഴികെ. അജ്സ് അസാധ്യത, സാധ്യമാകായ്മ. അമ്മൻ തുസ്ലഹുലി തമത്വൻ, തമത്വന് പറ്റുന്ന ഒരു സ്ത്രീ സാധ്യമാകാതിരിക്കുമ്പോൾ ഒഴികെ. മറ്റൊന്ന് മത്തിന് ബിഹൗഫിഹി സിരൻ, വ്യഭിചാരം ഭയപ്പെടുക എന്നതും. അപ്പോൾ നമ്മൾ ഷറഹിലേക്ക് പ്രവേശിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് പോവാം. ഹറുമ ലിഹുറിൻ, സ്വതന്ത്രനായ ഒരു സ്ത്രീ പുരുഷന് ഹറാമാണ്. പോലും അക്കീമൻ, കുട്ടികളുണ്ടാകാത്ത ആളാണെങ്കിലും. ഔ ആയിസം, അക്കീം എന്ന് പറഞ്ഞാൽ തീരെ പ്രജനനശേഷി ഇല്ലാത്ത ആൾ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുമെന്ന് നിരാശനായ ആളാണ്. എന്നാൽ പോലും നമ്മുടെ പ്രശ്നം എന്താ? അടിമ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ അടിമ കുട്ടികളുണ്ടാവും എന്നുള്ളതല്ലേ. അതൊഴിവാക്കാനാണല്ലോ ഉദ്ദേശം. അടിമ ഇങ്ങനെ സാവകാശം നിർത്തലാണല്ലോ. അടിമസ്ഥ വ്യവസ്ഥത നിറഞ്ഞു നിന്നൊരു സമൂഹത്തിന് പെട്ടെന്ന് നിരോധിക്കാൻ കഴിയില്ല. അതിൽ ചില മംഫാത്തുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർഗം കല്യാണം കഴിക്കാതിരിക്കുക. നിക്കാഹു അമത്തിന്, അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യാൻ ഹറാമാണ്. ഗൈരിഹി, മറ്റൊരാളുടെ, സ്വന്തമല്ല, സ്വന്തം അടിമ സ്ത്രീ നിക്കാഹ് ബാത്തുക ചെയ്യാം. ഒലവ് ബബ അലത്തൻ, അത് അല്പഭാഗം അടിമയാണെങ്കിൽ പോലും. ബാള് എന്നതിന് പോകുന്നതാണ് മുബ അലത്ത്, അടിമ സ്ത്രീയാണെങ്കിൽ. അഖീം എന്ന് പറഞ്ഞാൽ, അഖീമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഗർഭപാത്രം, പ്രജനനശേഷി ഇല്ലാത്ത ആൾ എന്നാണ്. മറ്റേത് നിരാശൻ, ആയിസ്. ഇസ എന്ന് പറഞ്ഞാൽ നിരാശനായി. ലാബി സരാസത്തി ഷുറൂൻ അഹ്ലുഹാബി അജ്സിൻ അമ്മൻ തുസ്ലഹുലി തമത്വഇൻ, തമത്വന് പറ്റുന്ന ഒരാളില്ലാതിരിക്കുമ്പോൾ ഒഴികെ, സാധ്യമാകാതിരിക്കുമ്പോൾ ഒഴികെ. അത് വലുവാകുമ്പോൾ തന്നെ അവൻ്റെ കയ്യിലുള്ളത് അടിമ സ്ത്രീയാണെങ്കിലും പോലും. അപ്പോൾ എൻ്റെ അടുത്ത് അടിമ സ്ത്രീ ഉണ്ട്, പിന്നെ അടിമ സ്ത്രീ കഴിയാൻ പറ്റില്ല. അവർ റജിയ്യത്താണ്, റജിയായ തലാഖ് ചെല്ലപ്പെട്ട ഭാര്യയാണെങ്കിൽ പോലും അവരൊക്കെ തമത്വന് പറ്റുന്നവരാണല്ലോ, മടക്കിയെടുത്താൽ പോരെ. കാരണം ലിയന്നഹ, റജിയായ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണ് ഫി ഹുക്മി സൗജത്തി മാലം തങ്കത് ഇദ്ദത്തുഹ, ഇദ്ദ കഴിയാത്ത കാലത്തോളം ഭാര്യയുടെ ഫലത്തിലാണല്ലോ, ഹുക്കുമിലാണല്ലോ. തങ്കലി, എങ്കലീന, എങ്കല എന്നാണ് കഴിഞ്ഞു. അതെന്താ ഭാര്യൻ്റെ ഹുക്കുമിലാന്ന് വരാൻ കാരണം? ദലീൽ തവാരുസി, അനന്തരമെടുക്കുമെന്നതാണ് തെളിവ്. ഞാനൊരു തലാഖ് ചെല്ലിയ പെണ്ണാണ്, ഞാനതിൻ്റെ അടുക്ക് മരിച്ചാൽ എൻ്റെ അനന്തരം ആർക്ക് കിട്ടും?
അവൾക്ക് കിട്ടും, അവരത് എനിക്കും കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാര്യ തന്നെയാണ് എന്നാൽ ഭാര്യ അല്ല എന്നുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ ഭാര്യൻ്റെ ഹുക്കുമിലാണ്. അതെങ്ങനെയാണ് സാധ്യമല്ലാതിരിക്കുക? ഇനി അതിൻ്റെ തസ്വീറാണ്. തമത്തുവിന് പറ്റുന്ന ഒരു സ്ത്രീ സാധ്യമല്ലാതെ ആവലെങ്ങനെയാണ്? ബിയൻലായിക്കൂന തഹത്തഹു ഷൈഉം മിൻ ദാലിക, അവൻ്റെ കീഴിൽ ഈ പറഞ്ഞ ആരും ഇല്ലാതിരിക്കുക, ഭാര്യ ഇല്ലാതിരിക്കുക, അമത്തും ഇല്ലാതിരിക്കുക. അപ്പോഴാണ് അസാധ്യത എന്ന് വരിക, സാധ്യമല്ലാതെ എന്ന് വരിക. അപ്പോഴേ എന്താകാൻ പറ്റൂ? അടിമ സ്ത്രീ വാങ്ങാൻ കഴിക്കാൻ പറ്റൂ. അതുപോലെ വല ഖാദിറൻ അലാ നിക്കാഹി ഹുറത്തിന് നിക്കാഹ് ചെയ്യാൻ കഴിവില്ലാത്തവനുമാവണം. അതും ഷർത്താണ്. ഹുറത്തായ പെണ്ണ് നിക്കാഹ് എനിക്ക് ചിലവ് കൊടുക്കണം, മഹറൊക്കെ കൊടുക്കണ്ടേ? യാദമിഹ, ഒന്നിരിക്കൽ അങ്ങനെ സ്വതന്ത്ര സ്ത്രീ ഇല്ല. അല്ലെങ്കിൽ ഔ ഫഖിരിഹി, അവന് ദാരിദ്ര്യമുണ്ട്. അവി തസറി, തസറിക്കും സാധ്യമാവാതിരിക്കുക. തസരി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീയെ വാങ്ങി വത്തിന് വെക്കുക എന്നുള്ളതാണ് തസറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ തസറ്റിക്കും സാധ്യമാവാതിരിക്കുക. നിക്കാഹിനും സാധ്യമല്ല, തസറ്റിക്കും സാധ്യമല്ല. അതെങ്ങനെയാണ്? ബിയാദമി അമത്തിൻ ഫീമിനിക്കിഹി, അവൻ്റെ ഉടമസ്ഥതയിൽ എന്തില്ല? അമത്തില്ല. അല്ലെങ്കിൽ ഔ സമനിൻ, അതിൻ്റെ വിലല്ല ലിശ്റായി, അതിനെ വാങ്ങാൻ. ഇത്തരം സാഹചര്യങ്ങളിലാണ് അടിമ സ്ത്രീ വിവാഹം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരാൾ കടം കൊടുക്കാനോ, അടിമ സ്ത്രീയെ പൈസ കടം കൊടുക്കാനോ, അല്ലെങ്കിൽ സമ്പത്ത് ദാനം ചെയ്യാനോ, വെറുതെ തരാനൊക്കെ സമ്മതിച്ചാലോ അത് വാങ്ങണ്ട. വെറുതെ തരുന്നത് രസമല്ലല്ലോ വാങ്ങുന്നത്. വലു വജത, ഒരാൾ എത്തിച്ചു. മൈ യുഖ്രിദു ഔ യഹബു, കടം നൽകുന്നവനോ അല്ലെങ്കിൽ ദാനം നൽകുന്നവരെയോ, മാലൻ പൈസയോ ഔ ജാരിയത്തിന് അടിമ സ്ത്രീകളെയോ ഒക്കെ ഇങ്ങനെ നൽകുന്നവരൊരാൾ എത്തിച്ചാലും യൽസമുഹുൽ ഖബൂലു, അയാൾക്ക് അത് സ്വീകരിക്കൽ നിർബന്ധമല്ല. ബൽ, മറിച്ച് യഹില്ലു മാ ദാലിക, അതോടുകൂടെ തന്നെ അനുവദനീയമാകും. നിക്കാഹുൽ അമത്തി, അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യൽ അനുവദനീയമാകും. വേറൊരാളോട് വാങ്ങിയാൽ പിന്നെ അതൊരു മിന്നത്തല്ലേ, അഭിമാന പ്രശ്നമല്ലേ. അതേസമയത്ത് ലാലിമൻ ലഹു വലതുൻ മൂസിറുൻ, കഴിവുള്ള മക്കളുള്ളവർക്ക് പറ്റൂല കേട്ടോ. നേരത്തെ പറഞ്ഞു സ്വന്തം കഴിവില്ലാത്തവർക്ക് അമത്തിനെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആർക്ക് പറ്റില്ല? ലാലിമൻ, ഒരുത്തിന് പറ്റില്ല. അവൻ്റെ അടുത്ത് കാശില്ലെങ്കിലും ലഹു വലതുൻ മൂസിറുൻ, കാശുള്ള സാമ്പത്തിക ശേഷിയുള്ള മക്കളുണ്ട്, അവർക്കും അടിമ സ്ത്രീ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം? വാപ്പാക്ക് സ്വതന്ത്ര സ്ത്രീയായ അടിമയെ നിക്കാഹ് ചെയ്യാനുള്ള മഹറിൻ്റെയും മറ്റും പൈസ അവർ കൊടുക്കണം. ഇത് മക്കളെ നിർബന്ധമാണ്. അപ്പോൾ അമ്മ ഇതാക്കാൻ തഹത്തുഹു സഗീറത്തുൻ, ഒരാളെ കീഴിലൊരു ഭാര്യയുണ്ട്. ആ ഭാര്യ ചെറിയ ഭാര്യയാണ്, ചെറിയ പെൺകുട്ടിയാണ്. ലാ തഹത്തുമേനൊരു പത്ത്, ആ പത്തിന് സാധ്യമല്ലാത്ത. ഔ ഹരിമത്ത്, അല്ലെങ്കിൽ വൃദ്ധയാണ്. ഹരിമ് എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, ഹരിമത്ത് എന്ന വൃദ്ധ. അല്ലെങ്കിൽ ഭ്രാന്തയാണ്, അല്ലെങ്കിൽ മജ്സൂമത്ത്, ജുസാമ്, കുഷ്ഠം, അല്ലെങ്കിൽ ബറസ്വാ, അബ്റസ് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം പിടിപെട്ട പുരുഷൻ. ബറസ്വാ എന്ന് പറഞ്ഞാൽ സ്ത്രീ, അങ്ങനെയല്ലോ. അലിഫാല അഹ്മർ ഹംറ എന്ന് പറഞ്ഞാൽ മതി. ഔ റത്തക്കാവ് കർണാവ്, ഗുഹ്യത്തിൽ യോനിയിൽ റത്തക്കാവ് മാംസം നിറഞ്ഞ സ്ത്രീയാണ്, അല്ലെങ്കിൽ എല്ല് തിങ്ങിയ സ്ത്രീയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തഹിലുലമത്തു, അടിമ സ്ത്രീ അനുവദനീയമാകും. ഒക്കതാ ഇതാക്കാന തഹത്തഹു സാനിയത്തുൻ, അവൻ്റെ ഭാര്യയായിട്ട് ഒരു വ്യഭിചരിക്കുന്ന സ്ത്രീയാണുള്ളത് എങ്കിലും, പൊതുവെ വ്യഭിചരിക്കുന്ന സ്ത്രീ ആകുമ്പോൾ അയാൾ തലാക്ക് ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മക്കളും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തലാക്ക് ചെല്ലി ഒഴിവാക്കൽ എന്തല്ല, നല്ലതല്ല. പക്ഷേ വ്യഭിചരിക്കുന്ന സ്ത്രീ ആകുമ്പോൾ ഒരാൾ വത്ത് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോഴും അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യാം. അലാമ അഫ്താബിഹി ഗൈറു വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ നൽകിയ ഫത്വ പ്രകാരം. ഇനി ഭാര്യ ഉണ്ട്, പക്ഷേ നാട്ടിലല്ല, പുറം നാട്ടിലാണെങ്കിലോ, അപ്പോൾ അടിമ സ്ത്രീ അനുവദനീയമാകുമോ? വലോ ഖദറ, ഒരാൾക്ക് സാധ്യമാണ് അലാ ഗായിബത്തിൻ, സ്ഥലത്തില്ലാത്ത ഒരു ഭാര്യ,
ഫി മക്കാനിൻ ഖരീബിന് അടുത്ത പ്രദേശത്തുള്ള ലം യഷുക്ക ഖസ്തുഹ അവൾ ലക്ഷ്യം വെച്ച് പോകൽ പ്രയാസമൊന്നുമില്ല. അവൾ കോഴിക്കോടോ തിരുവനന്തപുരത്തോ ഒക്കെയാണ്, നിങ്ങൾ വേറെ ജില്ലയിലാണ്. അപ്പോൾ അവൾ ഉദ്ദേശിക്കുക എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അവളുടെ അടുത്തേക്ക് ഉദ്ദേശിച്ച് പോകുക എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത സ്ഥലത്താണ്, നാട്ടിലില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നാട്ടിലില്ലാത്തൊരു സ്ത്രീയെ അയാൾക്ക് സാധ്യമാണെങ്കിൽ വാംകൻ ഇന്തിഖാലുഹ ലി ബലദിഹി അയാളുടെ നാട്ടിലേക്ക് അവൾ വരിക എന്നുള്ളത് സാധ്യമാണ്. അവൾ അവിടെ ജോലിയൊക്കെ ചെയ്യാണ്. വാംകൻ ഇന്തിഖാലു അവൾക്ക് നീങ്ങാൽ, അവൾക്ക് മാറി താമസിക്കൽ സാധ്യമാണ് ലി ബലദിഹി ഇയാളുടെ നാട്ടിലേക്ക്. എന്നാൽ ലം തഹില്ലമത്ത് അപ്പോഴും അടിമ സ്ത്രീ അനുവദനീയമാകില്ല. അതേസമയത്ത് ഗൾഫിലൊക്കെയാണ് ഭാര്യ, അപ്പോൾ പറ്റും. ഭാര്യമാർ ഗൾഫ് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കരുതിക്കോളൂ. അമ്മോലോകാന തഹത്തുഹു ഹായിബത്തും ഫി മക്കാനി ബഈദിൻ വലതി അപ്പോൾ അവൻ്റെ ഭാര്യ ഉണ്ട് ഹായിബായിട്ട് സ്ഥലത്തില്ല, ഫി മക്കാനി ദൂരെ ഒരു സ്ഥലത്താണ്, ബലദിഹി നാടിൽ നിന്ന് ദൂരെയുള്ള ഒരു സ്ഥലത്താണ്. ലഹിഖഹു മശഖത്തുൻ ലാഖിറത്തുൻ നല്ല ബുദ്ധിമുട്ട് അതുകൊണ്ട് അവനുണ്ടാവുകയും ചെയ്യും. ലഹിഖഹു അവനുണ്ടാകും, അവനോട് ചേരും നല്ല ബുദ്ധിമുട്ട്. എങ്ങനെ യുൻസബ മുത്തഹമ്മിലുഹാ ഫി തലബി സൗജത്തി ലാ മുജാവസത്തിൽ ഹദ്ദി ഫി ഖസ്തിഹ ഓളെ തേടി പോകുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന അത്ര ബുദ്ധിമുട്ട്. നല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലാഹിറായ പ്രത്യക്ഷമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, യുൻസബ മുത്തഹമ്മിലുഹ ആ ബുദ്ധിമുട്ട് സഹിക്കുന്നവനെ ചേർത്തി പറയും. ഫി തലബി സൗജത്തി ഭാര്യയെ തേടാൻ വേണ്ടി ആ ബുദ്ധിമുട്ട് തഹമ്മലാന സഹിച്ചു, അവനെ ചേർക്കപ്പെടും. ഇലാ മുജാവസത്തിൽ ഹദി പരിധി വിട്ടു ഫി ഖസ്തിഹ ഭാര്യനെ തേടി പരിധി വിട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവന് ചേർക്കപ്പെടുന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതല്ലെങ്കിൽ അവൻ യഖാബുസിനാണെങ്കിലും വ്യഭിചാരം ഭയപ്പെടുന്നുണ്ട് മൊത്തത്തെ ഖസ്തിഹ അവളെ തേടി പോകുന്ന ആ സമയത്ത്. കാരണം അത്രയുണ്ട്, കുറേ ദിവസം യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ ഫഹിയക്കല്ലാതെ ആ ഭാര്യ ഇല്ലാത്തവളെപ്പോലെയാണ് അടിമ സ്ത്രീയെ കല്യാണം കഴിക്കാം. ഇതുപോലെ കല്ലത്തിലായും കിനുന്തിഖാലുഹായിലാബത്തുനിഹി സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധ്യമല്ലാത്ത ഭാര്യയെപ്പോലെ, സ്വന്തം വത്തനിഹി എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, ഭർത്താവിൻ്റെ നാട്ടിലേക്ക് വരാൻ സാധ്യമല്ലാത്ത ഭാര്യയെപ്പോലെ ലി മശഖത്തിൽ ഉർബത്തി ലഹു അവിടെ ഒരു അപരിചിതത്വം എന്ന ബുദ്ധിമുട്ടുണ്ടായതിന് വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യുക, അടിമ സ്ത്രീയെ ഭാര്യയ്ക്ക് എന്താണ് ഭർത്താവിൻ്റെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല, അതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഇവനോട് നിർബന്ധിക്കൂല എന്നർത്ഥം. എന്തുകൊണ്ട്, ഇനി മശക്കത്തിൽ കുർബത്തിലഹു അവനിക്ക് ഒരു വേറെ നാട്ടിൽ പോയി നിൽക്കുക എന്നുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഭാര്യൻ്റെ നാട്ടിൽ പോയി താമസിച്ചാൽ മതി, പക്ഷേ അപ്പോൾ അവിടെ പോയി നിൽക്കാൻ അവന് ബുദ്ധിമുട്ടിക്കൂല. കാരണം സ്വന്തം നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ കുർബത്ത്, ഒരു അപരിചിതത്വം, ഒരു അന്യത അനുഭവപ്പെടും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. ഏതായാലും സാനിഹ രണ്ടാമത്തെ ബി ഖൗഫി ഹീസിന് വിചാരത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. അതെങ്ങനെ ബി ഖലബത്തി ഷഹ്വത്തിഹി അവന് അമിതമായ വികാരമുണ്ടായി, ലോഫി തഖ്വാഹു അവൻ്റെ തഖ്വ ദുർബലപ്പെടുകയും ചെയ്തു. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. രണ്ടും കൂടി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഷഹ്വത്ത് ഖലബത്താവും, തഖ്വറ്റ ദുർബലമാവുകയും ചെയ്താൽ കുടുങ്ങി. ഫതഹില്ലു അപ്പോൾ അടിമ സ്ത്രീ അനുവദനീയമാകും. ലില്ലായത്ത് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ, ലിമൻ ഖശിയ ലഅനത മിൻകും എന്ന് ഖുർആൻ കാണാം, നിങ്ങളിൽ നിന്ന് വ്യഭിചാരം ഭയപ്പെടുന്നവർക്ക്. ഫൈൻ ളഅഫത്ത് ഷഹ്വത്തുഹു ഇനി ഒരാൾക്ക് ഷഹ്വത്ത് അത്ര ശക്തമല്ല, വലഹു തഖ്വൻ അവന് നല്ല പടച്ചോനെ പേടിയുണ്ട്, ഔ മുറൂവത്തുൻ അല്ലെങ്കിൽ എന്തുണ്ട് ഒരു വ്യക്തിത്വമുണ്ട്, വ്യക്തിത്വം മുറൂവത്ത് വ്യഭിചരിക്കുക എന്നുള്ളതൊക്കെ വളരെ വൃത്തികെട്ടൊരു സ്വഭാവമല്ലേ. ഔ ഹയാവിനാണെങ്കിൽ ലജ്ജയുണ്ട്. മുറൂവത്തുള്ള ആളെന്താവില്ല ഒരിക്കലും വ്യഭിചരിക്കൂല എന്നല്ലേ. മനുഷ്യൻ ഹലാലല്ലാത്ത ഹറാമായ ഏതോ ഒരു അന്യ സ്ത്രീയെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല അങ്ങനെ വ്യഭിചരിക്കുന്ന ആ സ്ത്രീ എത്രയോ പുരുഷന്മാർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നൽകിയപ്പോൾ സ്ത്രീയും കൂടി ആയിരിക്കും. അപ്പം അത്രയും ഫാഹിഷത്ത്, നീചത്വം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സാധനമാണ്. അപ്പോൾ അതുണ്ട്. ഔ ഹയാവ് ലജ്ജുണ്ട്. യസ്തഖ്ബിഹു മഅഹ ആ ലജ്ജ ഉണ്ടായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ മുറുവത്തുണ്ടായത് കൊണ്ട് തന്നെ അവൻ വളരെ മോശമായി കാണുന്നു അസിന വ്യഭിചാരത്തെ. അങ്ങനെ ആയാൽ ഔ ഖവിയ്യത്ത് ഷഹ്വത്തുഹു വ തഖ്വാഹു അല്ലെങ്കിൽ അവന് ഷഹ്വത്തും തഖ്വയും ഫലമുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ലം തഹില്ല ലഹുൽ അമത്തു അടിമ സ്ത്രീ അനുവദനീയമല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലാ യഖാഫു സിന വ്യഭിചാരം ഭയപ്പെടുന്നില്ല. ഇനി
അടിമ സ്ത്രീയെ ഒരു അടിമ സ്ത്രീയെ കണ്ടുവച്ചു, അവളെ കല്യാണം കഴിച്ചിട്ട് ഇനി അവളെ വ്യഭിചരിക്കുമെന്ന് ഭയപ്പെട്ടാൽ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇല്ല. ഓരോ ഹാഫസിനാമിൻ അമത്തിൻ ബ്യാനിയ, ഇനി അടിമ സ്ത്രീയെ വ്യഭിചരിക്കുമെന്നൊരാൾ ഭയപ്പെട്ടാൽ, മറ്റ് വ്യഭിചാരമല്ല, അടിമ സ്ത്രീയെ തന്നെ വ്യഭിചരിക്കുമെന്ന് ഭയപ്പെട്ടാൽ ഖുവ്വത്തി മൈലിഹീലയ, അത്രയും അയാൾക്ക് അവളോട് ആകർഷണം ഉണ്ടായതുകൊണ്ട്, മൈലാണ് ആകർഷണം, ലം തഹിൻ ലഹു, അനുവദനീയമല്ല, കമാസറഹു ബിഹി. ഇനി മൂന്നാമത്തെ ഷർത്ത് ഷറഹിലാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തു വന്നാൽ അടിമ സ്ത്രീയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആ അടിമ സ്ത്രീ പ്രകാരമായിരിക്കണം അന്തക്കൂനലമത്ത് മുസ്ലിമത്തൻ, അടിമ സ്ത്രീ മുസ്ലിം ആയിരിക്കണം, യുമുക്കിന് വത്ത് ചെയ്യാൻ സാധ്യമാകുന്ന. ഫല തഹിലു ലഹു ലമത്തുൽ കിതാബിയത്തു, അപ്പം കിതാബിയത്തായ അടിമ സ്ത്രീ അനുവദനീയമല്ല. തൗറാത്ത് ഇഞ്ചീലൊക്കെ വിശ്വസിക്കുന്ന ക്രിസ്തീയ ജൂത അടിമ സ്ത്രീകൾ അനുവദനീയമല്ല, മുസ്ലിമത്താകണം. ഇത് ഷാഫി മദ്ഹബാണ്. അബൂ ഹനീഫയുടെ മദ്ഹബ് എന്താണെന്നറിയോ നിങ്ങൾ? അതിൻ്റെ അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു യജൂസു ലിൽ ഹുർരി, സ്വതന്ത്രനായ ആൾക്ക് അനുവദനീയമാണ് നിക്കാഹു അമത്ത ഗൈരിഹി, നിക്കാഹു അമത്തിൻ ഗൈരിഹി, മറ്റൊരാളുടെ അടിമ സ്ത്രീ നിക്കാഹ് ചെയ്യാം. ഇല്ലം തകുൻ തഹത്തു ഹുറത്തുൻ, സ്വതന്ത്ര സ്ത്രീയായ ഒരു ഭാര്യ ഇല്ലെങ്കിൽ എന്നൊരൊറ്റ ഷർത്തേ ഉള്ളൂ. സ്വതന്ത്ര സ്ത്രീയായ ഒരു ഭാര്യ ഇല്ലെങ്കിൽ, അത് ഭാര്യയെ നിക്കാഹ് ചെയ്യാൻ സാധ്യമാവുക അങ്ങനെയൊന്നുമില്ല. ഒരു സ്വതന്ത്ര സ്ത്രീ ഇല്ലെങ്കിൽ, ഒരു ഭാര്യ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പോൾ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരാൾക്കാണ് അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. സ്വതന്ത്ര സ്ത്രീയെ പോറ്റാനും മഹർ കൊടുക്കാറൊന്നും കഴിവില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യുക? അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യാം. അങ്ങ് നിക്കാഹ് ചെയ്തതിന് ശേഷം അയാൾക്ക് പൈസ ഉണ്ടായാലോ, പിന്നെ അല്ലെങ്കിൽ അയാളൊരു നല്ല സ്വതന്ത്രയായ സ്ത്രീയെ കല്യാണം കഴിച്ചാലോ, അപ്പോൾ നേരത്തെ നിക്കാഹ് അസാധുവാകുമോ? ഇല്ല. നക്കഹൽ ഹുറു അല്ലാമത്ത വിശ്വറോത്തി, ഒരു സ്വതന്ത്രനായ ഒരാൾ ഒരടിമ സ്ത്രീയെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്തു. തുമ്മ ഐസറ, പിന്നീട് അയാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായി, ഐസറ ഔ നക്കഹൽ ഹുറത്ത, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ത്രീയെ ഒരാൾ നിക്കാഹ് ചെയ്തു, എന്നാൽ ലം ഫസ്ഖ് നിക്കാഹുല്ലമത്തി, അടിമ സ്ത്രീയുമായിട്ടുള്ള നിക്കാഹ് ഫസ്ഖ് ആകുന്നതല്ല, ദുർബലപ്പെടുന്നതല്ല. അടുത്തത്, മറ്റൊരു ആളുടെ അടിമ സ്ത്രീയിലുണ്ടായ കുട്ടി, മറ്റൊരാളുടെ അടിമ സ്ത്രീയിലുണ്ടായ കുട്ടി, സ്വന്തം അടിമ സ്ത്രീയിലുണ്ടായ കുട്ടി സ്വതന്ത്രനാണെന്ന് പറഞ്ഞു, മറ്റൊരാളുടെ അടിമ സ്ത്രീയെ വാങ്ങി സ്വന്തമാക്കിയാലും സ്വതന്ത്രനായ കുട്ടിയാണ് ഉണ്ടാവുക. നിക്കാഹ് ചെയ്യുമ്പോഴാണ് വലതുൽ അമത്തി മിൻ നിക്കാഹിൻ ഔ ഗൈരിഹി, നിക്കാഹിനാലോ മറ്റോ ഉള്ള, ഉദാഹരണം വ്യഭിചാരം അല്ലെങ്കിൽ ശുബ്ഹ, ഇങ്ങനെയൊക്കെ ഉണ്ടായ മറ്റൊരാളുടെ അടിമ സ്ത്രീയുടെ കുട്ടി, നക്കഹഹ ഓഹോ മോസിറും, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ എന്ത് ചെയ്തു? ഒരടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്തു. ഈ രീതിയിലൊക്കെ ഉണ്ടായ കുട്ടി പിന്നുൻ അടിമയാണ്, മാലിക്ക്, അതിൻ്റെ ഉടമസ്ഥൻ്റെ അടിമയാണ്. ഈ നിക്കാഹ് ചെയ്ത ഇയാൾ അടിമയല്ല, അടിമ സ്ത്രീയുടെ ഉടമസ്ഥൻ ആരാണോ അയാൾ അടിമയാണ്. അപ്പോൾ അടിമകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്ന പരിപാടിയായിരിക്കും അത്. അടിമ സ്ത്രീനെന്താ മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതിലുള്ള കുട്ടി എന്താ അടിമക്കുട്ടിയാകും. അത് ഇയാളെ മകനല്ല, ആരെ നിക്കാഹ് ചെയ്ത ഭർത്താവിൻ്റെ മകനല്ല, മറിച്ച് ഉടമസ്ഥൻ്റെ അടിമക്കുട്ടിയായിട്ടാണ് മാറുക. അതാണ് അമത്തിൻ്റെ കുട്ടി, നിക്കാഹിനാലോ മറ്റോ ഉള്ള. മറ്റെന്ന് പറഞ്ഞാൽ കസിന വ്യഭിചാരത്തിനാൽ അല്ലെങ്കിൽ ശുഭഹ എന്നെങ്ങനെ നക്കഹഹ, ഒരാൾ അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്തു, ഓഹോ മോസ്റ്റിറും, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ സ്വതന്ത്ര സ്ത്രീയല്ലേ നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ആ കുട്ടി കിന്നുൻ അടിമയാണ്, ഖബറാണത്. വലതു എന്നുള്ള അമത്തി എന്നുള്ള മൂത്താൻ്റെ ഖബർ. കിന്ന് എന്ന് പറഞ്ഞാൽ അബദ്, അമത്ത്, ആണിനും പെണ്ണിനും പറയുന്ന പേരാണ് കിന്ന്, അടിമ. ഇനി ഒരടിമ സ്ത്രീ എന്താക്കി? സ്വതന്ത്ര സ്ത്രീയാണെന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്ത് പറ്റിച്ചാലോ? അടിമ സ്ത്രീയായിരുന്നു, സ്വതന്ത്ര സ്ത്രീയാണെന്ന് പറഞ്ഞ് വിവാഹം ചെയ്തു കൊടുത്ത് പറ്റിച്ചാൽ എന്താ വിധി? അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വതന്ത്ര തന്നെയാണ്. വലവ് പുറ ഒരാളെ പറ്റിച്ചു, ബിഹുറിയത്തി അമത്തിൻ, ഒരടിമ സ്ത്രീയെ സ്വതന്ത്ര സ്ത്രീയാണെന്ന് പറഞ്ഞ് ഒരാളെ വഞ്ചിക്കപ്പെട്ടാൽ, നിക്കാഹിൽ വഞ്ചിക്കപ്പെട്ടു, ഖറ എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്നാണ്. സഭജ, അങ്ങനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഫൗലാദുഹൽ ഹാസിലൂനും, അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ സ്വതന്ത്രരാണ്. മാലം യാലം ബിരത്തിഹ, അടിമയാണ് എന്നറിയാത്ത കാലത്തോളം.
വൈങ്കാന ആബിദൻ പറ്റിക്കപ്പെട്ടവൻ സ്വതന്ത്രനാണെങ്കിൽ പോലും എൽസുമുഹു ഖീമത്തുഹും യൗമൽ വിലാദത്തി അതുകൊണ്ട് തന്നെ അവളെ യജമാനന് നിർബന്ധമാണ് ഈ കുട്ടികളുടെയൊക്കെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് യൗമൽ വിലാദത്തി പ്രസവിച്ച ദിവസത്തിൽ. അപ്പോൾ സ്വതന്ത്ര സ്ത്രീയാന്ന് പറഞ്ഞ് പറ്റിച്ചാണല്ലോ വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇവരൊക്കെ സ്വതന്ത്രരായ ആളുകളാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? ഈ കുട്ടികളുടെ വില, ഈ പ്രസവിച്ച ദിവസത്തിലുള്ള ഈ കുട്ടികളുടെ വില, അത് അടിമ സ്ത്രീ ആവുകയാണെങ്കിൽ, അടിമക്കുട്ടി ആവുകയാണെങ്കിൽ എത്രയാണോ വില വരിക, ആ വില എന്ത് ചെയ്യണം? ഇയാൾ ആ പെണ്ണിൻ്റെ യജമാനന് നൽകേണ്ടതാണ്. കുട്ടികളൊക്കെ സ്വതന്ത്രരായി മാറുന്നതുമാണ്. വെൽസമുഹു ഖീമത്തുഹും ഈ അവന് അവളുടെ യജമാനന് നൽകുന്ന നിർബന്ധമാണ് ഇവരുടെ വില. ഇപ്പോൾ സ്വതന്ത്രരായി മാറിയല്ലോ, വഞ്ചിച്ചൊക്കെയാണല്ലോ, അടിമ സ്ത്രീ ആയിരുന്നല്ലോ. അപ്പം ഈ കുട്ടികളൊക്കെ സ്വതന്ത്രരാണ്. അപ്പോൾ ഈ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി ഒരു വില എന്താകണം? ആ യജമാനന് കൊടുക്കണം. ഓക്കെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.